വെൽക്കം ബാക്ക് ടു കോസി ക്രാഫ്റ്റ്. നമുക്കിന്ന് ഹൗ ടു മേക്ക് എ ബ്ലൈൻഡ് ബാഗും അതേപോലെ പേപ്പർ സ്ക്വിഷിയും എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. ഇതിന് നമുക്ക് വേണ്ടത് 2 A4 ആണ്. ആദ്യം ഒരു A4 എടുത്തിട്ട് അതിനെ ഹാഫാക്കി മടക്കിയിട്ട് അതിൻ്റെ ഒരു ഭാഗത്ത് നമുക്കൊരു സ്ട്രോബെറി ട്രേസ് എടുത്ത് വരയ്ക്കാം. നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയുന്നതാണെങ്കിൽ വരച്ചു കൊടുക്കാം. എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ സ്ട്രോബെറി ട്രേസാണ് എടുത്തിട്ടുള്ളത്. ഇനി ബ്ലാക്ക് ജെല്ലിങ് വെച്ചിട്ട് ജസ്റ്റ് ഔട്ട്ലൈൻ കൊടുക്കുക. പിന്നെ പെൻസിൽ കളർ വെച്ചിട്ട് കളർ ചെയ്യാം. പിന്നെ മുകളിലൊന്ന് സ്ട്രോബെറിന്ന് എഴുതി കൊടുക്കുക. ഞാൻ പെൻസിൽ കളർ യൂസ് ചെയ്തത് ഒരു പേസ്റ്റൽ പോലെ കിട്ടാനാണ്. സ്കെച്ചിനെക്കാട്ടി എത്രയോ ബെസ്റ്റാണ് പെൻസിൽ കളറ്. പിന്നെ ഞാനൊരു ബ്ലൈൻഡ് ബാഗ് ഒന്നും കൂടെ എഴുതി കൊടുത്തു. ഇനി അതിനും നമുക്ക് ഔട്ട്ലൈൻ ചെയ്തെടുക്കാം. ഫ്രണ്ടത്തെ പണി കഴിഞ്ഞു. ഇനി ബാക്കിലാണ് നമുക്ക് പണിയുള്ളത്. ഒരേ സൈസിൽ 4 റൗണ്ട് വരച്ചെടുത്തിട്ട് ഒന്നിൽ കോമൺ, ഒന്നിൽ എപ്പിക്, ഒന്നിൽ ലെജൻഡറി, ഒന്നിൽ റയർന്ന് എഴുതാം. ഇനി ഈ വരക്കണ സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു ബോക്സ് വരച്ചിട്ട് അതിൽ ഫസ്റ്റത്തെ വര കുറച്ച് തടിയുള്ളത്, പിന്നെ മെലിഞ്ഞ്, അങ്ങനെ വര വരച്ചെടുക്കുക. പിന്നെ ഞാൻ സ്ട്രോബെറിക്ക് ഒരു വെറൈറ്റി കളറിങ് ആണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ വീഡിയോ ഞാൻ എടുക്കാൻ വിചാരിച്ചല്ല, കാരണം ഞാൻ ഷോർട്സ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചു. പിന്നെ കുറേ കാര്യം പറയാനുള്ളതുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ കരുതിയത്. പിന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പല ആൾക്കാരും വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ മുങ്ങിയെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് വേണമെന്നാണെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മൾക്ക് ഉണ്ടാക്കാം. അങ്ങനെ ബ്ലൈൻഡ് ബാഗിലെ ബാഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു സ്ട്രോബെറിനെ വരച്ചെടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിന് ഞാൻ കളർ പെൻസിലല്ല യൂസ് ചെയ്യുന്നത്, ബ്രഷ് പെന്നാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കുറച്ചുകൂടി ബ്രൈറ്റ് ആയിക്കോട്ടെ വിചാരിച്ച്. ഇനി അതിന് ഫുള്ളായിട്ട് നമുക്കൊന്ന് സെലോ ടേപ്പ് വെച്ചിട്ട് കവർ ചെയ്യാം. നമ്മൾ ബ്ലൈൻഡ് ബാഗിലെ ബാഗ് ഉണ്ടാക്കിയ പോലെ ഇതിനും ഒരു ബാഗ് ഉണ്ടാക്കാം. മുകൾ ഭാഗത്ത് ഒട്ടിക്കരുത്, കാരണം അതിലൂടെ നമുക്ക് പഞ്ഞി നിറച്ച് കൊടുക്കണത്. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് സ്ക്വിഷിയാണ്. പഞ്ഞിയിൽ ഒരു പിശുക്കും കാണിക്കരുത്, നല്ല പഞ്ഞിയാക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ സ്ക്വിഷി റെഡി ആയിട്ടുണ്ട്. ഇനി വേറെ ഒരു സ്ട്രോബെറി വരച്ചിട്ട് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനെയും സെലോ ടാപ്പ് വെച്ചിട്ട് കവർ ചെയ്യുക. പിന്നെ ഒരു പിന്ന് ബാക്കിൽ ഒട്ടിക്കുക. ഞാൻ ഉദ്ദേശിച്ചൊരു സ്ട്രോബെറി ബാക്ക് പിന്നാണ്. ഇതേപോലെ നമുക്ക് കുത്തി വെക്കാം. അപ്പോൾ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനിയും സാധനങ്ങൾ ഉണ്ടാക്കാം. സ്ട്രോബെറി കീച്ചൻ അങ്ങനെ ഞാനിപ്പോൾ 2 ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതൊക്കെ ഇടാനുള്ള ബാഗ് ഉണ്ടാക്കാം. ഇതേപോലെ ഒരു പേപ്പറും മുറിച്ചിട്ട് അതിന് ഇതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻ മാർക്സ് ഇട്ട് കൊടുക്കുക. നമ്മൾ ബ്ലൈൻഡ് ബാഗിലെ ബാഗ് ഉണ്ടാക്കിയ പോലെ ബാഗ് ഉണ്ടാക്കി കൊടുക്കുക. ഇതിൽ നമുക്ക് സ്ക്വിഷി ഇടാനുള്ളതുകൊണ്ടാണ് ഞാൻ വലിയ ബാഗ് എടുത്തത്. അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. കട്ട് ചെയ്യാനുള്ള മാർക്കാണ്. അതേപോലെ നമ്മുടെ പേപ്പർ പിന്നും വെച്ച് കൊടുത്തിട്ടുണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ 2 സാധനങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പേപ്പറിൻ്റെ പീസ് എടുത്തിട്ട് നമുക്ക് അതിലൊരു യു ഗോഡ് എഴുതാം. എന്നിട്ട് ഉള്ളിൽ എപ്പിക്കാണ് നമ്മളിതിൽ വെച്ചിട്ടുള്ളത്. ഇനി ബ്ലൈൻഡ് ബാഗിൽ സാധനങ്ങളൊക്കെ നിറച്ച് അത് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്ലൈൻഡ് ബാഗ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബ്ലൈൻഡ് ബാഗിൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.